വർഷം 1957. മഞ്ഞ് വീഴുന്ന മോസ്കോയുടെ തെരുവുകളിലൂടെ ഒരു കുഞ്ഞു നായ്ക്കുട്ടി തണുപ്പിൽ വിറച്ച് വിശപ്പും ഏകാന്തതയും സഹിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു. അവൾ വഴിയിലൂടെ തന്നെ കടന്നുപോകുന്ന ഓരോ മനുഷ്യന്റെയും മുഖത്തേക്ക് നോക്കും, ഒരിത്തിരി കാരുണ്യം കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഒരു ദിവസം ആരോ അവളെ വാരിയെടുത്തു ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയി. അന്ന് ആദ്യമായി അവൾക്ക് തോന്നിയിരിക്കാം, എനിക്കും ഒരു യജമാനനെ കിട്ടിയെന്ന്. അവർ അവൾക്ക് ഭക്ഷണം നൽകി. ശാന്ത സ്വഭാവം, അനുസരണം, മനുഷ്യരോടുള്ള വിശ്വാസം, ഇതെല്ലാം കണ്ടപ്പോൾ സയന്റിസ്റ്റുകൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യമായത് ഈ കുഞ്ഞു നായകുട്ടിയാണെന്ന്. അവർ അതിനെ സ്നേഹത്തോടെ ലൈക്ക എന്ന് വിളിച്ചു. അവർ ലൈക്കയെ ദിവസങ്ങളോളം ശരിയായി നിൽക്കാൻ പോലും ഇടമില്ലാത്ത ഒരു ചെറിയ കൂട്ടിൽ താമസിപ്പിച്ചു. അവർ അവളുടെ ശരീരത്തെ ഒരു വലിയ യാത്രയ്ക്കായി പരിശീലിപ്പിക്കുകയായിരുന്നു. എന്നാൽ ലൈക്കയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. യജമാനന്മാർ പറയുന്നതെല്ലാം അവൾ അനുസരണയോടെ കേട്ടു. അന്ന് അവർ ലൈക്കയെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവളെ ഒരു ചെറിയ ക്യാപ്സൂളിനുള്ളിൽ പൂട്ടി. ഭയത്തോടെയും ആശയക്കുഴപ്പത്തോടെയും ലൈക്ക ചുറ്റും നോക്കി. അതിനുശേഷം ആ റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചു. ലോകം മുഴുവൻ അത് കണ്ടു കൈയടിച്ചു. അതേസമയം ലൈക്ക ക്യാപ്സ്യൂളിലിരുന്നു ദൂരെ മറഞ്ഞു പോകുന്ന ഭൂമിയെ ആശങ്കയോടെ വീക്ഷിക്കുകയായിരുന്നു. റോക്കറ്റ് ഉയർന്ന് ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്യാപ്സൂളിനുള്ളിലെ താപനില അപകടകരമായി ഉയർന്നു. ഒന്നും മനസ്സിലാകാതെ ലൈക്ക വേദനയിൽ കരഞ്ഞ്. ചൂട് കൂടിക്കൊണ്ടിരുന്നു. അവസാനം അസഹ്യമായ ചൂട് സഹിക്കാനാകാതെ ലൈക്കയുടെ കൊച്ചു ശരീരം നിശ്ചലമായി. മനുഷ്യർ അതിനെ ശാസ്ത്രത്തിന്റെ വിജയമെന്ന് വിളിച്ചു. പക്ഷേ ലൈക്കയ്ക്ക് അതൊരു വിശ്വാസവഞ്ചനയായിരുന്നു. സ്നേഹിച്ച മനുഷ്യരുടെ വിശ്വാസവഞ്ചന. ഗുഡ് ബൈ ലൈക്ക.